ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസം കൂടെ ഇല്ല. ഓക്കെ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല. മീൻസ് പേഴ്സണൽ റീഡിങ്സിന് അവൈലബിൾ അല്ല. ഓക്കെ, യൂട്യൂബിലുണ്ടാവും. യൂട്യൂബിൽ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ലൈക്ക് ഷോർട്സ് ആയിട്ടും കുറച്ച് ഇടുന്നുണ്ട്. സോ അതിൽ കൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇതേ പേര് സെർച്ച് ചെയ്താൽ മതി, ഹീലിംഗ് ലൈഫ് ടാരോ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ മതി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഐ തിങ്ക് ഹീലിംഗ് ലൈഫ് LOA എന്നാണ് തോന്നുന്നു കൊടുത്തിരിക്കുന്നത്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഇതിൽ മുമ്പ് എപ്പോഴും കുറേ മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഐ തിങ്ക് ഹീലിംഗ് ലൈഫ് LOA എന്നാണ്. അല്ലെങ്കിൽ കവിത മേനോൻ എന്നോ മറ്റേ തിരഞ്ഞാലും കിട്ടും. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. സോ ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഷോർട്സ് ഇടാം. ഞാൻ ചെറിയ ഷോർട്സ് ഇടുന്നുണ്ട്. സോ ഫോളോ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ എടുക്കുന്നത് ഇതിപ്പോൾ ആക്ച്വലി ഇന്ന് 12th ആണ്. 12th നമ്മുടെ അമാവാസിയാണ്. പ്ലസ് നമ്മളുടെ മറ്റേ സൂര്യഗ്രഹണം കൂടി നടക്കുന്ന ദിവസമാണ്. സോ വളരെ പവർഫുൾ ദിവസമാണ്. മാത്രമല്ല എന്തൊക്കെയോ എനർജറ്റിക്കലി കുറേ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശനിയുടെ ഒക്കെയാണ് ഞാൻ കേട്ടത്. എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ എന്തായാലും എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ്. അത് ഞാൻ ഇന്നലെയും ഞാൻ ഇട്ടിരുന്നു അതിനെ പറ്റി ഒരു പോസ്റ്റ്. സോ എന്തായാലും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഈ സൂര്യഗ്രഹണം അല്ലെങ്കിൽ നമ്മുടെ അമാവാസിയുടെ ഇഫക്റ്റ് നിങ്ങൾക്ക് എന്താണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഇന്നലെയും ഞാൻ ഇട്ടിരുന്നു, അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടാരോ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ സൂര്യഗ്രഹണം അമാവാസി നിങ്ങളുടെ ലൈഫിൽ എന്താണ് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ചാരിയറ്റ് കാണുന്നുണ്ട്, പേജ് ഓഫ് സോർഡ്സ്, 7 of Pentacles, King of Wands. സോറി, ഞാനത് സ്ക്രീനിൽ. ഓക്കെ, വൺ മോർ കാർഡ്, 5 of Cups. ഓക്കെ, സോ ഇവിടെ ഓക്കെ എന്തായാലും ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്തിൽ ഈ അമാവാസിയും സൂര്യഗ്രഹണവും വന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഡിസിഷൻസ് എടുക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫിൽ എന്താണ് വേണ്ടത് എന്നാലോചിച്ച് നിങ്ങളൊന്ന് മൂവ് ചെയ്യുന്ന തരത്തിലാണ്. കുറച്ച് പേർക്കൊരു ആക്ച്വൽ മൂവ്മെൻറ്റ് തന്നെ കാണുന്നുണ്ട്. കുറച്ച് പേർക്കൊരു സ്ഥലം മാറ്റമായിരിക്കാം, ജോലി മാറ്റമായിരിക്കാം. സോ ചേഞ്ച് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ട്രാവൽ ഇൻവോൾവ് ആണ്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റത്തിൻ്റെ ഒരു എനർജി ഉണ്ടാവും. അത് മോസ്റ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ യാത്രകൾ, ദൂരയാത്രകളായിരിക്കാം, എന്തെങ്കിലും കരിയർ മാറുന്ന, അല്ലെങ്കിൽ ഈവൻ വീട്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്ന രീതിക്ക് എനിക്കൊരു എനർജി ഉണ്ട്. വേറെ സ്ഥലത്തേക്ക് മാറുന്ന പോലെ, ചിലപ്പോൾ വീട് ജസ്റ്റ് മാറുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി എനിക്ക് വരുന്നുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുന്ന രീതിയിലാണ്. അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില ഡെസിഷൻസ് എടുക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. അതായത് നമ്മൾ പറയില്ല, ഇതുവരെ മൈൻഡ് നിങ്ങളുടെ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഉറച്ച തീരുമാനമെടുത്ത് ഓക്കെ എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്ന പോലെയാണ്. പേജ് ഓഫ് സോർഡ്സ് എനർജി ആക്ച്വലി ഇതൊരു നമ്മൾ ഒരു സക്സസ് എന്ന് കൂടി പറയൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ഇനി മുന്നോട്ട് ചെയ്യുമ്പോഴും അതൊരു സക്സസ്സിലേക്ക് എത്തും ചെയ്യും, പേടിക്കേണ്ട. നല്ല തന്നെയാണ്. നിങ്ങൾ ആ ഉറച്ച ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇവിടെ പേജ് ഓഫ് സോർഡ്സ് പറയുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ഇൻഫർമേഷൻ ക്ലാരിറ്റി ഒക്കെ കിട്ടുന്ന പോലെയാണ്. അതിപ്പോൾ ഏത് തരത്തിലും ആവാം. ഓക്കെ, എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഐ തിങ്ക് കുറച്ചുകൂടി ചിലപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നതും ആവാം. എന്തെങ്കിലും ഒരു ക്യൂരിയസ് എനർജി എന്നുള്ള രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന പോലെ, ഒരു നിങ്ങളുടെ മൈൻഡ് തന്നെ കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഒരു വ്യക്തത വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, അത് കാര്യങ്ങളെക്കുറിച്ച് മേ ബി ഈ ഒരു ഇത് കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ആ വ്യക്തമായിട്ട് തീരുമാനമെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കാം. സോ ഇവിടെ 7 of Pentacles ഗ്രോത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും, ഇതുവരെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ ഓക്കെ, ഇതുവരെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ നല്ലതാണോ, ഞാൻ ചെയ്തതൊക്കെ എത്രത്തോളം എനിക്ക് അതിൻ്റെ ബലം കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് എൻ്റെ സമയം, എൻ്റെ എഫേർട്ട്, എൻ്റെ ടൈമൊക്കെ ഞാൻ കൊടുത്തത്.
അതുപോലെ തിരിച്ച് എനിക്ക് അതിൽ നിന്ന് എന്താ കിട്ടിയത്, തിരിച്ച് എനിക്ക് എക്സ്പെക്ട് ചെയ്ത പോലെയൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, ജോലിയിൽ കൊടുക്കുന്ന സമയം കാര്യങ്ങളായിരിക്കാം, ജോലിയിലിടുന്ന എഫേർട്ടായിരിക്കാം, ഈവൻ നമ്മൾ പറയുന്ന റിലേഷൻഷിപ്സിലാവാം, എന്തിലും ആവാം. ഓക്കെ, ഇത് ഓരോ എല്ലാ കാര്യവും നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ഏറ്റവും മെയിൻ കൺസേൺ ഉള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. സോ ഇവിടെ യെസ്, നിങ്ങൾ കൊടുക്കുന്ന സമയം, എനർജി, നിങ്ങൾ ഫ്രണ്ട്സിനാണോ, എന്ത് കാര്യത്തിലായാലും ഓക്കെ, അതിൽ ഞാൻ ഇത്രയും കാലം ചെയ്തതിന് എനിക്ക് തിരിച്ച് എന്താണ് കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളതിൽ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുന്നതും ആവാം. ഓക്കെ, എന്തെങ്കിലും ഗ്രോത്ത് നിങ്ങൾ ചിലപ്പോൾ കാത്തിരുന്ന് കാണാം. അതിൽ വന്നിട്ടുണ്ടോ, ഇതുവരെയുള്ള ചെയ്തതിൽ എനിക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ, കുറച്ച് എന്തോ എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നും. നിങ്ങൾക്ക് ഫലം കിട്ടാൻ തുടങ്ങും എന്നും ആവാം കേട്ടോ. ഓക്കെ, നിങ്ങൾ കാത്തിരുന്നതിൻ്റെ ഒരു ഫലം വരാനുള്ള സമയമായി എന്നും ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഇനി ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇനി ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ എത്രത്തോളം എഫർട്ട് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന രീതിയിൽ. കാരണം ഇവിടെ 7 വീണ്ടും വന്നിട്ടുണ്ട്, 7 തൊട്ട്. സോ മേ ബി നമ്മുടെ ജൂലൈയിൽ നമ്മൾ പറഞ്ഞിരുന്നു, 7 പോർട്ടൽ പറഞ്ഞിരുന്നു അല്ലേ. സോ മേ ബി ആ സമയം തൊട്ട് ഓക്കെ, നിങ്ങൾ ആ സമയത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ സമയത്ത് തൊട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ സമയം തൊട്ട് നിങ്ങൾ ഏത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതലുള്ളത്, ചിലപ്പോൾ ആ കാര്യങ്ങളായിരിക്കാം. 7 പോർട്ടലുമായിട്ടൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി ആ സമയം തൊട്ട് എന്ന രീതിക്ക് എടുത്തോളൂ. നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ഈ 88 പോർട്ടലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ഇതുവരെ ചെയ്തത് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ. ഇവിടെ കിങ് ഓഫ് വോൺസ് കാണുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് പറയുന്നത് നിങ്ങൾ കുറേ കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഐഡിയാസ് വരാൻ തുടങ്ങും, നിങ്ങൾക്ക് ധൈര്യം വരാൻ തുടങ്ങും, നിങ്ങൾ വളരെ ലൈക്ക് ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നമ്മൾ പറയില്ലേ കൺട്രോൾ നിങ്ങളുടെ കയ്യിലെടുക്കുന്ന പോലെയാണ്. നിങ്ങളുടെ ജീവിത രഥത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ ആളുടെ കയ്യിൽ ഇനി അത് ഏൽപ്പിക്കില്ല. നിങ്ങളുടെ സന്തോഷങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോല് നിങ്ങൾ ഇനി വേറെ ആർക്കും കൊടുക്കില്ല. ഓക്കെ, അത് കൺട്രോൾ നിങ്ങൾ തന്നെ എടുക്കുന്ന പോലെയാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ആ കോൺഫിഡൻസോടെ നിങ്ങൾ വളരെയധികം ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന രീതിക്കാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ്. സോ ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജി കൂടിയുണ്ട് ഇവിടെ. സോ മേ ബി ഇതൊക്കെ നമ്മൾ പറയില്ല എല്ലാം അനലൈസിംഗ് എന്ന് വരുന്നതാണ്. നമ്മൾ ഈ ചിന്തിച്ച് ഇവിടെയും ചാലഞ്ചസ് എന്നുള്ള രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ചാലഞ്ചസ് നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്ത് കാണും ഇതുവരെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും ഞാൻ ചാലഞ്ച് ഫേസ് ചെയ്തിട്ട് എന്തുണ്ടായി, ഓക്കെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പം എന്താ വരുന്നത്, ഇപ്പം എന്താ കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് പേര് നിങ്ങളുടെ കരിയർ ഫോക്കസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കരിയറിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ജീവിതം, കരിയർ, ഓക്കെ നിങ്ങളുടെ ഫൈനാൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ കൺസേൺ ആയിട്ട് ചിന്തിക്കുന്ന പോലെ. അഗൈൻ ഞാനതാ പറഞ്ഞത്. സോ കുറച്ച് പേർക്ക് ഇത് മണി ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, നിങ്ങളുടെ സമയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, എനർജിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, എന്തും ആവാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെപ്പറ്റി തന്നെ കൺസേൺ ആവാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ്. നിങ്ങളുടെ കരിയറിലേക്ക് ഒരു ഗ്രോത്ത് വേണം എന്ന രീതിക്കായിരിക്കാം. സോ അങ്ങനെ ഒരു നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അവനവന് വേണ്ടി നിങ്ങളൊന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇവിടെ പാസ്റ്റിൽ ഉള്ള വിഷമങ്ങളെക്കുറിച്ച് ഒരു മനസ്സിൽ കയറി വരും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് മനസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് ചില ഒരു വിഷമം നമുക്കുണ്ടാവും. പക്ഷേ അതിനെ മറികടക്കാൻ നിങ്ങളുടെ ഇതിന് ഒരു അഡ്വൈസ് കൂടിയുണ്ട്. ഈ 5 ഓഫ് കപ്സിൻ്റെ നമ്മൾ പറയുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിട്ട് കളഞ്ഞേക്കൂ. ഓക്കെ, ഇനി മുന്നോട്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ചില കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന രീതിക്ക് നമ്മൾ പറയും. ഓക്കെ, ചിലത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ബട്ട് ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും കുറച്ച് ചില കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ എല്ലാവരും ഭയങ്കര നിരാശരാകും അല്ലേ, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. പക്ഷേ നിങ്ങൾ പഠിച്ചത് പോവോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പോവോ? ഇല്ല അല്ലേ. നമ്മുടെ കഴിവുകൾ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. സോ അത് തിരിച്ചറിയാം, ആൻഡ് വീണ്ടും ശ്രമിക്കാൻ തയ്യാറാവുക, അതാണ് വേണ്ടത്. ഓക്കെ, ചാലഞ്ചസ് ഒക്കെ വരും, പക്ഷെ നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറാവാം. ആൻഡ് യെസ്, നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന രീതിക്ക്, നിങ്ങൾ വളരെ മെച്ചുവേർഡായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്കൊക്കെയാണ് എനിക്ക് കാണുന്നത്. സോ അതൊക്കെയാണ് ഇവിടെ മെയിൻ എനർജീസ്. എനിക്ക് 3 ഓഫ് കപ്സിൻ്റെ സെലിബ്രേഷൻ്റെ ഒക്കെ എനർജി ഉണ്ട്. ഓക്കെ, സോ ഓവറോൾ ഈ ഒരു സോളാർ എക്ലിപ്സും നമ്മുടെ സൂര്യഗ്രഹണവും ഈ അമാവാസിയും ഒക്കെ നിങ്ങളിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ തിരിച്ചറിയൽ തന്നെയാണ് മെയിൻ കാര്യം. ഓക്കെ, ചിലത് നമ്മൾ റിലീസ് ചെയ്ത് കളയുന്ന രീതിയിലുണ്ട്. അതായത് നമുക്ക് നല്ലതല്ലാത്ത നമ്മൾ റിലീസ് ചെയ്ത് കളയേണ്ട സമയമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അമാവാസി എപ്പോഴും പറയുന്നത് തന്നെയാണ്. നമ്മൾ
നമ്മൾ ഇതുവരെ ഉണ്ടായ പാസ്റ്റിലെ ഓക്കെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഓക്കെ സോറി, ഞാനത് പറയാൻ വിട്ടുപോയി. ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് പേര് ഓൾറെഡി മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെയും പറയാം. ഈ അമാവാസി സൂര്യഗ്രഹണം സമയത്തൊക്കെ ഒരുപാട് നമ്മൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും, ഒരുപാട് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു ആങ്സൈറ്റി വരും, ടെൻഷൻ വരും, സ്ട്രെസ്സ് വരും, വിഷമങ്ങൾ വരും. കൂടുതൽ ആക്ച്വലി പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് സങ്കടപ്പെടും. അങ്ങനത്തെ സമയങ്ങളാണ് കൂടുതൽ. അതൊക്കെ നമ്മുടെ മനസ്സിലത് പക്ഷെ അങ്ങനെ കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും ഈ സമയങ്ങളിൽ ഓക്കെ നമ്മൾ അതൊക്കെ റിയലൈസേഷൻസ് കൊണ്ടുവരികയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്. എനിക്ക് ഇങ്ങനെ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിച്ചല്ലോ, എന്നോട് ഇങ്ങനെ ആയല്ലോ എന്നോ ചിന്തിക്കുന്നതിന് പകരം ആ കാര്യങ്ങൾ നിങ്ങളെ എന്ത് പഠിപ്പിച്ചു എന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. ഓക്കെ, അത് ഞാൻ അഡ്വൈസായിട്ട് പറഞ്ഞത് മാത്രം. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 1-2 കാര്യങ്ങൾ, പക്ഷേ അത് മൈൻഡ് നമുക്ക് ഡൗൺ ആയി പോവും, ശരിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ഉപ്പിട്ട് കുളിക്കുക. ഇന്നത്തെ ദിവസം ആക്ച്വലി ഉപ്പിട്ട് കുളിക്കൽ ചെയ്യുക. എൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമാവാസി, ന്യൂ മൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില റെമഡീസൊക്കെ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെടുത്ത് കാണൂ, അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതിലും ഞാൻ പറഞ്ഞ കാര്യം സെയിം ആണ്. ഉപ്പിട്ട് കുളിക്കൽ ചെയ്യുക. ഓക്കെ, നല്ലോണം പ്രാർത്ഥന, മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ജസ്റ്റ് നമ്മൾ പറയില്ലേ, നിങ്ങൾ മെഡിറ്റേഷനിൽ പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ണടച്ച് കുറച്ച് നേരം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ വിളിച്ച് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കണ്ണടച്ചിരിക്കൂ. ഓക്കെ, സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കൂ. വിളക്കോ ക്യാൻഡിലോ കൊളുത്തി വയ്ക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ മുമ്പിൽ. എൻ്റെ അതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരുന്ന് ആ വിളക്കിനെ നോക്കിക്കൊണ്ടിരിക്കൂ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ശാന്തമായിട്ട് കണ്ണടച്ച് കുറച്ച് നേരം ഒന്ന് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരയുക, റിലീസ് ചെയ്യുക. അത് റിലീസ് ചെയ്ത് പോട്ടെ. ഓക്കെ, ഉള്ളുന്ന വിഷമങ്ങളൊക്കെ റിലീസ് ചെയ്ത് പൊയ്ക്കോട്ടെ, അതൊക്കെ ആവശ്യമാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതങ്ങനെ പോട്ടെ. അത് പോയ ശേഷം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട എന്താണ്, അത് നമ്മൾ വിട്ട് കളയണം എന്നാണ് ഞാൻ പറയാൻ വന്നത്. വേറൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, നിങ്ങളുടെ എന്ത് തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ, ആരോടെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളുണ്ടോ, പേടികളുണ്ടോ, എന്ത് തന്നെ ആയാലും ഓക്കെ, അതിനേക്കൊന്ന് ഒരു പേപ്പറിൽ എഴുതൂ. ഓക്കെ, ഒരു വാക്കായാലും ശരി, 10 വാക്കായാലും കുറേ വാക്കുകൾ മാത്രം എഴുതിയാലും മതി. കഥ പോലെ എഴുതണം നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന രീതിക്ക് നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, എഴുതിയിട്ട് നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് എഴുതിയിട്ട് അതിനെ കൊണ്ടുപോയി കത്തിച്ച് റിലീസ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ, വിഷമങ്ങൾ, ദേഷ്യങ്ങൾ എന്ത് തന്നെയായാലും ഓക്കെ, പേടികൾ, ചിലപ്പോൾ നമുക്ക് പേടികളുണ്ടാവും അല്ലേ. എനിക്ക് ഭയമുണ്ട്, നാളെ എന്താവും എന്നുള്ള എനിക്ക് ഭയമുണ്ട്, നാളെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഭയമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് നഷ്ടപ്പെടുമോ, എന്ത് തന്നെയായാലും ഒക്കെ എല്ലാം എഴുതിയിട്ട് കത്തിച്ച് കളയൂ, ബേൺ ചെയ്ത് കളയൂ. ഓക്കെ, ഉപ്പിട്ട് കുളിക്കാനും മറക്കരുത്. ഉപ്പിട്ട് കുളിക്കുമ്പോൾ തലയിൽ ഒഴിക്കരുത് ഉപ്പ്, കാരണം അത് മുടി പോവും. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ആൻഡ് കുറച്ച് ശാന്തമായിട്ട് റെസ്റ്റ് എടുത്ത് മിണ്ടാതിരിക്കാം. ഓക്കെ, അതാണ് ഏറ്റവും അധികം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം അതാണ്. സോ ഇത് ഫീൽ ചെയ്യും നിങ്ങൾ, ഞാൻ അതുകൊണ്ട് കൂടിയിട്ടാണ് എടുത്ത് പറഞ്ഞത്. അങ്ങനത്തെ വിഷമം വരും, അത് അങ്ങനത്തെ സമയങ്ങളാണ്. സോ അതോർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ അപ്പോഴേക്കും എല്ലാവർക്കും വറീഡാവും നമ്മളൊക്കെ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ച് നേരം അതൊന്ന് നമ്മൾ പറയില്ലേ, വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. ഗോ ത്രൂ ദാറ്റ് ഫീലിംഗ്. ഓക്കെ, ആ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അത് വന്നു പൊക്കോട്ടെ. ഓക്കെ, നമ്മളതിനെ തടയാൻ ശ്രമിക്കും. നമ്മളെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സങ്കടങ്ങളോ വിഷമങ്ങളോ വരുമ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, കാരണം ആ വേദന നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. പക്ഷെ ആ വേദന നമ്മുടെ ഉള്ളിൽ കൂടി അത് കടന്നു പോകുമ്പോൾ ശരിക്കും നമുക്കൊരു റിലീസ് കൂടിയാണ് സംഭവിക്കുന്നത്. സോ അത് വന്നു പോട്ടെ. ഓക്കെ, അതെന്താ വരുന്നത് എന്ന് നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്യുക. ശരിക്കും അവനവനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഒബ്സേർവ് ചെയ്യൂ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, എന്താണ് നിങ്ങളോട് പറയുന്നത്. ഈ ചിന്തകൾ അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റാനുണ്ടോ, അതെന്തിനായിരുന്നു വന്നത്, ചില കാര്യങ്ങൾ എന്താ സംഭവിച്ചത്, അവനവനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത് കേട്ടോ. ഓക്കെ, ചില കാര്യങ്ങൾ റിയാലിറ്റിയോടെ മനസ്സിലാക്കൂ. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് അത് റിലീസ് ചെയ്ത് എഴുതി കത്തിച്ച് കളഞ്ഞേക്കൂ. ഓക്കെ, കത്തിക്കാൻ പറ്റുന്നവർ കത്തിക്കുക, അല്ലാത്തവർ അതിന് കീറി ട്രാഷിലോ നിങ്ങളുടെ ടോയ്ലറ്റിൽ സൂക്ഷിച്ചിട്ട്, ചെറിയ പേപ്പറൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിൽ കളഞ്ഞോളൂ, അല്ലെങ്കിൽ ട്രാഷിലിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു റിലീഫായിരിക്കും. ഇവിടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടുകൂടി വന്ന് പറയണേ. ഓക്കെ, നിങ്ങൾ ചെയ്തോ, എന്ത് ഫീൽ ചെയ്തോ എന്നുകൂടി പറയണം കേട്ടോ. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം. ട്രസ്റ്റ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഇത് ഐ തിങ്ക് ഇന്നാളൊരു ദിവസം അടുത്തപ്പോൾ അതേപോലെ സെൽഫ് ലവ് കണ്ടോ യൂണിവേഴ്സ് പറയുന്ന ബൗണ്ടറീസ് എല്ലാ കാർഡും മറക്കേണ്ട അവസ്ഥയാണല്ലോ. ഡാർക്ക്നെസ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡും ഐ തിങ്ക് ഇന്നാൾ വന്നിരുന്നു. ഞാൻ എത്ര നിങ്ങളപ്പം നിങ്ങളുടെ മുമ്പിലല്ലേ ഷഫിൾ ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് നോക്കൂ
ഓക്കെ, നിങ്ങൾക്ക് വരാനുള്ള മെസ്സേജ് ഇതാണ്. ഞാൻ എന്താ ചെയ്യുക, പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്, ശാന്തമായിട്ട് കുറച്ച് മെഡിറ്റേഷൻ അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്, നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സമാധാനം വരും എന്നുമാണ്, മാത്രമല്ല കുറച്ച് പീസ്ഫുള്ളായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് നിങ്ങളോട് എപ്പോഴും. നമുക്ക് ലൈഫിൽ എന്ത് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഈ വിഷമം എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങളൊന്ന് പിന്നോട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം, പക്ഷേ ഇത് അത് തന്നെയാണ്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഇഷ്ടം പോലെയുണ്ട്, അതിനെക്കുറിച്ച് ഓർക്കുക. ഓക്കെ, നിങ്ങൾ അത് കാണാഞ്ഞിട്ടാണ്, നിങ്ങളത് കാണാൻ ശ്രമിക്കാഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, എനിവേ, സോ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മുടെ കയ്യിലുള്ളതിന് നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിന്, യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ബ്ലെസ്സിങ്ങിനെല്ലാം നിങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഇത് യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് ആയിരിക്കാം. ഓക്കെ, യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ദൈവത്തിനോട്, എന്താ പറയാമെന്ന് മറന്നുപോയി. ഓക്കെ, ട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യൂ, സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യൂ, എല്ലാം നല്ല ഇനാണ് എന്ന രീതിക്ക് മനസ്സിലാക്കുക. കുറച്ച് കാര്യങ്ങൾ ചില സമയമെടുക്കും. ഇപ്പോൾ ആക്ച്വലി ഇതെനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്ത ഒരു മുട്ടയുടെ മേലെ ഡക്കിയിരിക്കുകയാണ് അല്ലേ, അടയിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു സിറ്റുവേഷൻ മാറി വരാൻ അതിൻ്റേതായ ഒരു സമയത്തിൽ അത് മാറി വരും എന്നായിരിക്കാം. സോ ട്രസ്റ്റ് വയ്ക്കൂ. ഓക്കെ, അതിൻ്റെ സമയം ഡിവൈൻ ടൈം വരും എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ഇവിടെ നമ്മുടെ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. സോ യെസ്, യു ആർ പ്രൊട്ടക്റ്റഡ്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെൻഷൻ വേണ്ട, എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് തോന്നുന്നത് ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു, അങ്ങനെ ഇതൊക്കെ തോന്നലുകൾ മാത്രമാണ്. ഓക്കെ, നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂടെ നിന്നാൽ മാത്രമല്ല പ്രൊട്ടക്ഷൻ. ഓക്കെ, നമ്മളെ ശരിക്കും ദൈവമായിട്ട് തന്നെ ശരിക്കും നമ്മളെ പലപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെൽഫ് ലവ് പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങളോട് സെൽഫ് ലവിലേക്ക് വരാനാണ് പറയുന്നത്. ഞാൻ അതാ നേരത്തെയും പറഞ്ഞത്, നിങ്ങൾ അവനവൻ്റെ കഴിവുകൾ മനസ്സിലാക്കുക, അവനവനെ തിരിച്ചറിയുക, സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് രണ്ടും എന്തായിരുന്നു, ബൗണ്ടറീസും പറയുന്നുണ്ട്, ഡാർക്ക്നെസ്സുണ്ട്. ഓക്കെ, ബൗണ്ടറീസ് നിങ്ങളോട് പറയുന്നുണ്ട് ബൗണ്ടറി വെക്കാൻ പഠിക്കണമെന്ന്. ഓക്കെ, ആരെ എത്രത്തോളം എന്ത് അനുവദിക്കണം എന്നുള്ളത് നിങ്ങൾ ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കാം. ഓക്കെ, ഓവർ ഗിവിങ് ആവരുത്, ഓവർ അറ്റാച്ച്മെൻ്റ് ആവരുത്, ഓവർ എക്സ്പെക്റ്റേഷൻസ് ആവരുത്. ഓക്കെ, ഒരു ബൗണ്ടറി വെച്ച് നിൽക്കാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ അവനവനെ കെയർ ചെയ്യാൻ തുടങ്ങും, മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് ലോങ് നൈറ്റ് മൂൺ ഡാർക്ക്നെസ്, ആക്ച്വലി നാളത്തെ ദിവസം അങ്ങനെ തന്നെയാണ്, ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെയാണ്. ഈ സോളാർ എക്ലിപ്സ് കൂടി വരുമ്പോൾ അത് കുറേ നേരം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സൂര്യഗ്രഹണം വളരെ പവർഫുള്ളാണ് തവണത്തെ എന്നാണ് പറഞ്ഞത്. നല്ലോണം ഡാർക്ക് ആവാൻ പോകുന്നുണ്ട്. സോ അതിന് ശേഷം എന്താണ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ, ഡാർക്ക്നെസ് അങ്ങനെ തന്നെ നിൽക്കില്ല അല്ലേ, അത് മാറിപ്പോവും. അത് മാറിയിട്ട് വെളിച്ചം വരും തീർച്ചയായിട്ടും. ഈ എക്ലിപ്സ് ഒക്കെ കഴിയുമ്പോൾ, ആക്ച്വലി ഇത് തന്നെയാണ് കാണിക്കുന്നുണ്ടോ, എക്ലിപ്സ് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് വെളിച്ചമാണ് വരുന്നത് അല്ലേ. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഒരു വെളിച്ചം കൊണ്ടുവരും. ഈ ഒരു എക്ലിപ്സ് കൂടി കഴിയുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞ് മനസ്സിലാക്കാനും, നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഫീലിങ്ങോടെ മുന്നോട്ട് പോകാനും ഒക്കെ കുറേ വെളിച്ചം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.